ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ. മൺചട്ടിയും പഴുത്ത മാങ്ങയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. മാമ്പഴ പുളിശ്ശേരി. ഈ സീസണിൽ ഞാനിത് മൂന്നാമത്തെ മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മൂന്നാമത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോയും കൂടെ എടുക്കാമെന്ന്. അപ്പോൾ പല സ്ഥലത്തും പല ടൈപ്പിലാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ടല്ലോ ഓരോ കറികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ എങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് ഒന്ന് രണ്ട് ടിപ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കാണിച്ചു തരാം. ഞാനൊരു 5 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നാട്ടുമാങ്ങയില്ലേ, ചെറിയ ഉരുണ്ട ചെറിയ മാങ്ങ, അതാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ നമുക്കിവിടെ അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് കിട്ടിയ മാങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതും ഒരു നല്ല മണമൊക്കെ ഉണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്കിതും കൊണ്ട് തയ്യാറാക്കാം. അപ്പോൾ ഈ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തോല് ചെത്തിയെടുക്കുമല്ല, ഇതിൻ്റെ ഞെട്ടിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ തോല് ഇതുപോലെ പൊളിച്ചെടുക്കുക ചെയ്യുന്നത്. തോല് ചെത്തിയെടുക്കാനൊക്കെ കുറേ ടൈം പോകും. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ ഇതിൻ്റെ തോല് നമുക്ക് പൊളിച്ചെടുത്തിട്ട്, ഇത് കണ്ടോ, ഇതിൻ്റെ തോലിനധികം കട്ടിയില്ല, ഒട്ടും വേസ്റ്റൊന്നും ആയി പോകുമൊന്നുമില്ല. ഇതുപോലെ പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് 5 മാങ്ങയും ഇതുപോലെ തോല് പൊളിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. മാമ്പഴമൊക്കെ തോല് പൊളിച്ചെടുത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് മുളകും ഉപ്പൊക്കെ പിടിച്ച് കിട്ടുമല്ലോ. ഇനി ഒരു 3 പച്ചമുളക് കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, ഒരു 1/4 സ്പൂണോളം മുളക് പൊടി, കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇത്ര വെള്ളം മതി. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെന്താൽ മതി. നമുക്കിത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മാങ്ങ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ചെറിയൊരു നുള്ള് മുളക് പൊടി. ചില സ്ഥലത്തൊക്കെ പച്ചമുളക് അരച്ച് ചേർക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പിലാണ് ഇത് റെഡിയാക്കുന്നത് മാമ്പഴ പുളിശ്ശേരി. ഞാൻ എൻ്റേതായ രീതിയിലാണിത് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. നമുക്ക് കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി മാങ്ങയൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പുണ്ടെന്ന്. ഈ നെയ്യിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നിറയെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. അരപ്പൊഴിച്ചതിന് ശേഷം കണ്ടമാനം വെട്ടി തിളയ്ക്കാൻ പാടില്ല. ഒരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കറിക്ക് ഒരു തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഒരു 10-20 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം.
1 കപ്പ് നിറയെ തൈരുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൈര് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തൈര് ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 20 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, മൺചട്ടിയിലായതുകൊണ്ട് ഇപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 20 സെക്കൻഡ് കഴിഞ്ഞിട്ടും തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അടിച്ചെടുത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈര്, വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തതാണ്. ഇത് ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് താളിക്കണം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവട്ടെ. നെയ്യ് ചൂടായി. നമുക്ക് ചെറിയ സ്പൂണിന് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടുന്നതിന് അളവൊന്നുമില്ല കേട്ടോ. ചെറിയ സ്പൂണോ വലിയ സ്പൂണോ എങ്ങനെ വേണേലും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം നമുക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളി നമ്മൾ അരയ്ക്കുമ്പോൾ അരപ്പിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ അരച്ചും എടുക്കാം. ഇതുപോലെ കടുക് വറക്കുമ്പോൾ നെയ്യിൽ മൂപ്പിച്ച് ചേർക്കുന്നത് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ കറിക്ക് കടുക് വറുത്ത് താളിക്കുമ്പോൾ നെയ്യിൽ വറുത്ത് താളിക്കുന്നതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് തരുന്നത്. നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കറി അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. അതിന് ശേഷം മാത്രമേ ഇളക്കി മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കടുക് വറുത്തിട്ടിട്ട്. ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി നമ്മൾ റെഡിയാക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. കണ്ടോ, ചോറിൻ്റെ കൂടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് തോന്നും, നമ്മളിതിൽ ചേർക്കേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തില്ലല്ലോ എന്ന്. അതെന്താ? ശർക്കര. അപ്പോൾ ശർക്കര ചേർക്കണമെങ്കിൽ നമ്മൾ മാങ്ങ വെന്ത് കുറുകി വന്നപ്പം നെയ്യ് ചേർത്തില്ലേ? 1 സ്പൂൺ നെയ്യ് ചേർത്ത സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടെ ആ സമയത്ത് ചേർക്കാവുന്നതാണ്. എനിക്ക് ശർക്കര ഇട്ട് റെഡിയാക്കുന്ന മാമ്പഴ പുളിശ്ശേരി അധികം ഇഷ്ടമല്ല. ശർക്കര ഇട്ടിട്ട് കഴിക്കുമ്പോൾ എനിക്കൊരു പായസം കുടിക്കുന്ന ഫീലാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ശർക്കര ഇടാറില്ല. ശർക്കര ഇടാതാണ് ഇതുപോലെ തയ്യാറാക്കുന്നത്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി മധുരമായിട്ട് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ശർക്കര ഞാൻ പറഞ്ഞ പോലെ നെയ്യ് ചേർക്കുമ്പോൾ ചേർത്തിട്ട് ഒന്ന് വരട്ടിയെടുത്തിട്ട് പിന്നെ അരപ്പും തൈര് ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.